ലോകജാലകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു കാൽപന്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്ന സമയമാണ്. ഇന്നലെ 11-ാം തീയതി ജൂൺ മാസം മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി. ഇതാണ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ്. അതിങ്ങനെ ഡോർ തുറക്കുന്നത് പോലെ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ഈ ഡോറ് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലോകത്തെക്കുറിച്ച്, ഫുട്ബോളിനെ കുറിച്ചുമുള്ള ശക്തമായ വിവരണങ്ങൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരിയായി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ലോകത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ഇങ്ങനെ വരിക. അല്ലെങ്കിൽ സാധാരണ പരസ്യങ്ങൾ വന്ന് ആ ഫ്രണ്ട് പേജ് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു മനുഷ്യൻ ആദ്യം മനോരമ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രധാന വാർത്ത കാണുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. ഇപ്പം അതെല്ലാം മാറി. അപ്പോൾ ഈ ലോകജാലകം തുറന്ന് ഈ ഫുട്ബോളിൻ്റെ യുഗത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവർ രണ്ടുപേർ, എന്നിട്ട് അവരെ പിൻഗാമികളെ അന്വേഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പത്രവാർത്തയുടെ ഫ്രണ്ട് പേജിൽ അതാണ്. പിൻഗാമികൾക്കായി ഇവർ പുതിയ കാലത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ, പുതിയ കാലത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് പിൻഗാമികൾക്കായി. കാരണം ലയണൽ മെസ്സിയും റൊണാൾഡോയും അവർ സീനിയേഴ്സാണ്. ഇനി അവർ ദേ ആർ സെർച്ചിങ് ഫോർ ദ ജൂനിയേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഈ ഫുട്ബോൾ ജാലകം തുറക്കപ്പെടുക. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, ലോകം മുഴുവൻ ഇങ്ങനെ ഫുട്ബോളിനെ ലക്ഷ്യം വെച്ച് ഓരോരുത്തർക്കും ഓരോ ടീമുണ്ട്, ഓരോരുത്തരും ഓരോ ടീമിൻ്റെ ആരാധകരാണ്. പക്ഷേ കളി അവസാനിക്കുമ്പോൾ എല്ലാ മനുഷ്യരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയും. 2-2 ഫൈനലിലെത്തുന്ന രണ്ട് ടീമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിൽ വിജയുടെ ഒപ്പം അവസാനം ഒന്നിച്ചെത്തുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റ ഗോളിൽ എത്തി ലക്ഷ്യത്തിലെത്തി ചേരുമെന്ന് ഉറപ്പാക്കുക. നമ്മളെല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈശോയുടെ എല്ലാ പഠനങ്ങളും പഠിപ്പിക്കലുകളും ബൈബിളും സിദ്ധാന്തങ്ങളും എവരിത്തിങ് എല്ലാം വന്നു ചേരുന്ന ഇടം തിരുഹൃദയമാണ്. മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വന്തം കയ്യിൽ ഹൃദയമെടുത്ത് പിടിച്ചിട്ട് ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് എവരി വൺ ടു ഹിസ് ഓൺ ഹാർട്ട്. സ്വന്തം ഹൃദയത്തിലേക്ക് ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കണമെങ്കിൽ എത്ര കൃത്യതയാർന്ന ഒരു തിരുനാളിനാണ് നമ്മൾ ഒരുങ്ങുക. എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ ഇത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്? തൻ്റെ കൈകൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ തൻ്റെ കൈകൾ കൊണ്ട് സ്വന്തം ഹൃദയത്തെ താങ്ങിപ്പിടിക്കുക. ആ ഹൃദയത്തിന് ചുറ്റും ഒരു മുൾക്കിരീടം ഇങ്ങനെ ചുറ്റി നിൽക്കുക. അതിന് മുകളിലായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അഗ്നിനാളങ്ങൾ. അതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയം ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന അവസ്ഥ, കുത്തിത്തുറക്കപ്പെട്ടു. ആരാണ് ഈ അന്വേഷണം നടത്തിയത്? മനുഷ്യകുലത്തിന് എന്തോ അഗാധമായ ഒരു പ്രേമം ദൈവത്തോടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവൻ അവസാനം ഈശോയുടെ ഹൃദയം തന്നെ കുത്തിത്തുറക്കാനായിട്ട് തീരുമാനിച്ചത്. ആരാണ് കുത്തിത്തുറന്നത്? അങ്ങ് കാൽവരിയുടെ മുകളിൽ പിടഞ്ഞു മരിക്കുമ്പോൾ സർവ്വതിനെയും സമർപ്പിച്ച് എവരിത്തിങ് ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് കുരിശിൽ മരിക്കുമ്പോൾ ഈശോ പറയുന്നത് എവരിത്തിങ് ഈസ് പെർഫെക്റ്റ്, എവരിത്തിങ് ഈസ് ഫുൾഫിൽഡ്, എവരിത്തിങ് ഈസ് കംപ്ലീറ്റ്. വാട്ട് എവർ ഈസ് എൻട്രസ്റ്റഡ് ടു ഹിം ഈസ് കംപ്ലീറ്റ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവനും പൂർത്തിയായി തീർന്നു എന്ന് പറയുന്നിടത്ത് മരണം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് ശതാധിപൻ, സ്വന്തം ഗണത്തിൽ പെടാത്ത ഒരാൾ വന്നിട്ട് കർത്താവിൻ്റെ ഹൃദയം കുത്തിക്കീറി നോക്കുന്നുണ്ട്. അവസാനത്തെ ജലവും രക്തവും നൽകിക്കൊണ്ട്. അവിടെയെങ്ങാനും ഹൃദയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയെങ്ങാനും ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയതാണ്. ദൈവം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് തീരുമാനിച്ചവനാകണം ശതാധിപൻ. അതിനേക്കാൾ ഉപരിയായിട്ട് ആ മനുഷ്യൻ കുത്തിത്തുറന്ന് കാണിച്ചത് ദൈവത്തിൻ്റെ എളിമയും ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ്. അവസാനത്തെ തുള്ളി ജലമൊഴുകുമ്പോൾ അത് ജ്ഞാനസ്നാനത്തിൻ്റെ ആരംഭമാണെന്നും അവസാനത്തെ തുള്ളി രക്തം കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതെന്നും ഒക്കെ തിരുഹൃദയം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുകമ്പയുള്ള ഹൃദയത്തിൻ്റെ വക്താക്കളായിട്ട് മാറാനായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ശതാധിപൻ എന്ന് പറയുന്ന വിജാതീയനായ മനുഷ്യൻ സ്വന്തം ഗണത്തിൽപ്പെട്ട ആർക്കും ഈശോയെ ബോധ്യമായില്ലെന്നുള്ളതാണ് സത്യം. ആർക്കും പിടികിട്ടിയില്ല. കൂട്ടത്തിൽ നടന്ന 12 പേർക്കോ യേശുവിനെ കേട്ടവർക്കോ അപ്പം ഭക്ഷിച്ചവർക്കോ അത്ഭുതങ്ങൾ ഉണ്ടായവരോ ആരും
കാൽവരിയുടെ മുകളിലേക്ക് വന്നിട്ട് യേശുവിനെ സ്വന്തമാക്കാൻ സാധിച്ചില്ല. പക്ഷേ കൂട്ടത്തിൽ പോയ വിജാതിയൻ, പട്ടാളക്കാരൻ, ഒരുപക്ഷെ പലരുടെ മരണം കണ്ടു നിന്നവൻ, അവസാനം അവൻ കുത്തിക്കീറിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇയാൾ സത്യമായും നീതിമാനായിരുന്നു. ആർക്കാണ് നീതിബോധമുള്ള ക്രിസ്തുവിനെ മനസ്സിലായത്? വിജാതിയന്. എങ്ങനെയുള്ള വിജാതിയന്? ആ കുരിശിന് അഭിമുഖമായിട്ട് നിന്ന ശതാധിപന് കാര്യം മനസ്സിലായി. ആരെല്ലാം കുരിശിന് അഭിമുഖമായിട്ട് നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം ബോധ്യമാക്കി കൊടുക്കുന്നതാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എല്ലാ വിശുദ്ധന്മാരും കർത്താവിന് അഭിമുഖമായിട്ട് നിന്നവരാണ്. അവരുടെ സഹനത്തിന് അഭിമുഖമായിട്ട് നിന്നവരാണ്. അവരുടെ സ്നേഹത്തിന് അഭിമുഖമായിട്ട് നിന്നവരാണ്. അവരുടെ എല്ലാ സഹനങ്ങൾക്കും നൊമ്പരങ്ങൾക്കും വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും അഭിമുഖമായിട്ട് നിന്നപ്പോൾ അവർ കണ്ടത് ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തു ഹൃദയത്തെ ദർശിച്ചതുകൊണ്ടാണ് തിരുസഭയ്ക്ക് ഇത്രയേറെ വിശുദ്ധരാക്കപ്പെട്ടവരും ഇനി വിശുദ്ധരാക്കാൻ സാധ്യതയുള്ളവരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ ഹൃദയം ഫേസ് ടു ഫേസ് കണ്ട്. ആ സഹനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് കർത്താവ് എങ്ങനെയാണ് സഹിച്ചതെന്നെ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുത്തവരാണ്. രാവിലെ വിളിച്ച അമ്മത്രേസ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുന്നത് അമ്മത്രേസ്യയുടെ ഹൃദയം കീറിക്കിടക്കുകയായിരുന്നു. മാലാഖ വന്ന് കുന്തത്താൽ കുത്തി തുറന്നിട്ടെന്ന് അമ്മത്രേസ്യ പറഞ്ഞിട്ടുണ്ട്. മരണശേഷം കണ്ടെത്തി ആ ഹൃദയം തുറന്നു കിടക്കുകയായിരുന്നു. എന്നിട്ടും ചീഞ്ഞളിഞ്ഞു പോകാതെ ആ ഹൃദയത്തെ കാത്തു സംരക്ഷിച്ചെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിന് അഭിമുഖമായിട്ട് നിന്ന് സഹനങ്ങളെ സ്വന്തം ഏറ്റെടുത്തത് കൊണ്ടാണ്. ഈ അവസരമാണ് ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതും. കർത്താവിൻ്റെ കുരിശിന് അഭിമുഖമായിട്ട്, കർത്താവിൻ്റെ തിരുഹൃദയത്തിന് അഭിമുഖമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ, ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് തിരുസഭ നമ്മുടെ കുടുംബങ്ങളെ എല്ലാം തിരുഹൃദയത്തിനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളത് തിരുഹൃദയമാണ്. തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ മുട്ടുമടക്കുന്നത്. കാരണം എന്താ? അനുകമ്പ നിറഞ്ഞ സ്നേഹാർദ്രമായ മാംസളമായ ഹൃദയം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് സ്നേഹം പ്രകടമാക്കാൻ പറ്റൂ. അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെടുക. അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തിരുഹൃദയം വഴി മർഗരീത്ത മറിയത്തോട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. എവിടെയെല്ലാം ഏതെല്ലാം കുടുംബങ്ങൾ എൻ്റെ തിരുഹൃദയത്തെ വണങ്ങുന്നു അവിടെ എല്ലാ കുടുംബത്തെല്ലാം ഞാൻ രാജാവായിട്ട് വാഴുകയും കുടുംബത്തിന് സമാധാനം നൽകുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മളുമൊക്കെ ഈ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം. കാൽവരി ആകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആ കാൽവരിക്ക് അഭിമുഖമായിട്ട് നിന്ന ശതാധിപൻ്റെ ചിത്രം തന്നെയല്ലേ നമ്മളുടേതും? യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള സ്നേഹത്തെ ഇങ്ങനെ സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നത്? ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഓരോ അമ്മച്ചയും കുടുംബനാഥനെയും കരങ്ങൾ കൂപ്പി ആ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ, മക്കൾ സ്കൂളിൽ പോകാനായിട്ട് വരുമ്പോൾ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് തൊട്ടുമുത്തി നടന്നു പോകുമ്പോൾ ആ ക്രിസ്തു നമ്മുടെ കൂട്ടത്തിൽ വരുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? ആ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷവും സമൃദ്ധിയുമുള്ളൂ. എല്ലാവരും വീട്ടിൽ നിന്ന് ജോലിക്കെല്ലാം പോയി പഠിക്കാൻ പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് ഈ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയി ഒന്ന് നിന്നാൽ ഞാൻ പറയും സർവ്വ അനുഗ്രഹങ്ങളും ആ അമ്മ വഴി കുടുംബത്തിന് ലഭിക്കും. ഒരപ്പൻ സ്വകാര്യമായിട്ട് തിരുഹൃദയത്തിന് മുമ്പിൽ ചെന്നിട്ട് തിരുഹൃദയ ഈശോയെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണെന്നൊരപ്പം പറഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം കിട്ടും. അതുകൊണ്ടല്ലേ തിരുസഭ നമുക്ക് തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞതും തിരുഹൃദയത്തിന് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചകളിൽ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ സ്നേഹത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടാൻ പോകുന്ന? ദൈവത്തിൻ്റെ കൃപയാണ്, അനുഗ്രഹമാണ്. ഒരു നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ, അദ്ദേഹം ഇങ്ങനെ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെ ഓപ്പറേഷന് തയ്യാറാക്കി ഒരു കുട്ടിയുടെ ഹൃദയം മാറ്റിവെക്കുക, ശസ്ത്രക്രിയ, അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കി ആ കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. ആ നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ ഇങ്ങനെ ഓപ്പറേഷൻ നടത്തി ഹാർട്ട് മാറ്റിവെച്ചു. അതിനുശേഷം ഈ കുട്ടിക്ക് ബോധം വീഴുമ്പോൾ ഈ നിരീശ്വരവാദിയായ ഡോക്ടറിനോട് ഈ കുട്ടി ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇപ്പോഴും എൻ്റെ ഹൃദയം ഈശോ എന്ന് വിളിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴും എൻ്റെ ഹൃദയം ഈശോ എന്ന് വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അതൊരു കന്യാസ്ത്രീയുടെ ഹൃദയമായിരുന്നു.
ആ കന്യാസ്ത്രീ മരണപ്പെട്ടത്, അപകടത്തിൽ മരിച്ചത് ഒരു തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസമാണ്. ആ ഹൃദയം മാറ്റിവെച്ചത്. ആ കന്യാസ്ത്രീയുടെ ജീവിതത്തിൽ ഉടനീളം, അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ കന്യാസ്ത്രീ പറഞ്ഞത്, തിരുഹൃദയ ഈശോയെ അങ്ങേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആ സ്പന്ദനവുമായിട്ട് തിരിച്ചു വരുന്ന കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം, എൻ്റെ ഹൃദയം എപ്പോഴും ഈശോ എന്ന് വിളിക്കുന്നുണ്ടോ എന്നാണ്. നമുക്കുമൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും റിച്ചായിട്ടുള്ളൊരു കാര്യമാണ്. തിരുസഭ നമ്മുടെ മുമ്പിൽ, തിരുസഭ മുഴുവൻ ചുരുങ്ങിയിട്ട് അവസാനം ഈ ഹൃദയത്തിലേക്ക് വന്ന് നിൽക്കുകയാണല്ലോ. നമ്മളൊരുപക്ഷെ ഈ ഫുട്ബോളിൻ്റെ ആ ഒരു ചരിത്രം പറഞ്ഞതുപോലെ 48 ടീമുകൾ ഇങ്ങനെ പങ്കെടുത്ത അവസാനം നമ്മളെല്ലാവരും 2 ഗ്രൂപ്പാകുന്ന അവസാനം 1 ഗ്രൂപ്പാകുന്നില്ല, ചുരുങ്ങി വന്നിട്ട് ഒറ്റ ഒന്നിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തിയൊക്കെ തിരുഹൃദയത്തിൽ വന്നിരിക്കണം. എന്തിനാ? നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയം പോലെ ആകണം. എങ്ങനെ? സ്നേഹമുള്ള ഹൃദയം, സാന്ത്വനിപ്പിക്കുന്ന ഹൃദയം, ആശ്വാസത്തിൻ്റെ ഹൃദയം, മറ്റുള്ളവർക്ക് എന്ന് കരുണ കാണിക്കുന്ന ഹൃദയം. കർത്താവിൻ്റെ ഹൃദയത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വന്തമാക്കാനായിട്ട് പറ്റുന്ന സ്നേഹം, ഫ്രീ ആയിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വർഗം. ആ സ്വർഗമാണ് തിരുഹൃദയം. അങ്ങനെ ഈ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ഈശോയെ അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കി മാറ്റണമേ, ഞങ്ങളുടെ ഹൃദയത്തിലും ഈ ഒരു സ്വർഗീയമായ ചലനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടേതും നല്ല മാംസളമായ ശിലാഹൃദയം മാറ്റി മാംസളമായ ഹൃദയം എന്നിൽ സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാകുകയും നമ്മൾ കുറേ കൂടി സോഫ്റ്റ് മനുഷ്യരാകും, സിമ്പിൾ മനുഷ്യരാകും. നമ്മളാകേണ്ടത് അങ്ങനെയാണ്, സിമ്പിൾ മനുഷ്യരാകണം, സോഫ്റ്റ് ആകണം. എല്ലാവരുടെയും മുമ്പിൽ കരുണ കാണിക്കുന്ന, ദയ കാണിക്കുന്ന, എല്ലാവരോടും സ്നേഹം പ്രകടമാക്കുന്ന, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മുടെ ഹൃദയം വ്യക്തമാകണം. അതുകൊണ്ടല്ലേ ചില മനുഷ്യർക്ക് നമ്മൾ പറയാറുണ്ട്, നല്ല വണ്ണമുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ആ മനുഷ്യനെ പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹത്തെ പോലെ തന്നെ. ആ വലിപ്പമാണ്. ഈ വലിപ്പം ഹൃദയത്തിൻ്റെ വലിപ്പമാണ്. ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ അളവ് കൊണ്ടാണ്. ആ ഹൃദയത്തിൻ്റെ ഫിസിക്കൽ വലിപ്പമല്ല, മറിച്ച് അതിനുള്ള സ്നേഹത്തിൻ്റെ സമൃദ്ധി. അതിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കണം. തിരുഹൃദയ ഈശോ നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മൾ ഒന്നായിട്ട് യാത്ര ചെയ്യുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനജായ 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 വചനജായ